രംഗേ, തൃച്ചംബരത്തെ വിലാസിനിയുടെ ആ ചോദ്യത്തിന് ഒരു മൂർച്ചയുണ്ട്. സംശയങ്ങൾ രാഗി മിനുക്കിയ മൂർച്ച. ഏതായാലും രക്തം പൊടിയാതെ ശ്രദ്ധിക്കണം. എന്തൊരു അഹംഭാവമായിരുന്നു. മറ്റുള്ളവരെയെല്ലാം പ്രജകളാക്കി വെച്ച് ഇതിനകത്ത് രാജഭരണമല്ലായിരുന്നോ? ആർക്കും ഒരു അഭിപ്രായവും പറയാൻ പാടില്ല. എല്ലാവരും തൊഴുതു കുമ്പിട്ട് നിന്നോണം. മൂത്ത മകനെടുത്ത് തലയിലോട്ടും വെച്ചു. എന്നിട്ടിപ്പോ എന്തായി? അനുഭവിച്ചോ അനുഭവിച്ചോ. ചേച്ചി, എന്താ ചേച്ചി ഇത്? ആഹാരവും കഴിക്കില്ല, ഉറക്കവും ഇല്ല. ഏത് നേരം ഇങ്ങനെ തീ പിടിച്ച മനസ്സുമായി ഈ മുറിക്കകത്ത്. ഇതിനൊരു അവസാനം വേണ്ടേ? ആനന്ദ ചെറിയ കുട്ടിയാണോ? അവനിങ്ങ് വരും. ചേച്ചി, ചേച്ചിയുടെ ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറ. ചേച്ചി ഒരു ആഹാരം കഴിക്കുന്നില്ലെന്നാ ഇവിടുത്തെ സെർവൻസ് പറഞ്ഞത്. നീ എന്തിനാ വന്നേന്ന് വെച്ചാ അത് പറയും. ഈ അവസ്ഥയില് ചേച്ചിയോട് പറയുന്നത് തന്നെ സങ്കടമാ. അരവിന്ദ് പിന്നെയും മദ്യപാനം തുടങ്ങിയിട്ടുണ്ട്. പകല് കുടിച്ച് ബോധമില്ലാതെ ഔട്ട് ഹൗസിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞ എന്തൊരു നാണക്കേടാ. ദാസേട്ടന്റെ ഓപ്പോളില്ലേ, ആ നാവിന് എല്ലില്ലാത്ത സ്ത്രീ, ചേച്ചിയെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയവരാ. അവിടെ ഈ അരവിന്ദിന് ലെക്ക് കെട്ട് ചെന്ന് കേറേണ്ട വല്ല കാര്യമുണ്ടോ? ഓ, അവരെന്ത് വിചാരിച്ചോ എന്തോ ഈ തൃച്ചംബരത്തുകാരെ കുറിച്ച്. അതൊക്കെ പോട്ടെ, ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പോയി ആഹാരം എടുത്തോണ്ട് വരട്ടെ. ആഹാരമൊക്കെ കഴിച്ചു. ചേച്ചി എന്നോട് കള്ളം പറയരുത്. ചേച്ചി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാം. കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ? ടോണിക്ക് കുടിച്ചു കാണില്ലല്ലോ. വേണ്ട. അയ്യോ, ടോണിക്ക് മുടക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇത് കുടിക്കേ ചേച്ചി. തളർന്നിരിക്കുന്ന മനസ്സിൽ സ്ലോ പോയിസൺ നന്നായി വർക്ക് ചെയ്യൂന്ന പ്രിയങ്ക പറഞ്ഞത്.
അരവിന്ദ് കാറി വന്നിറങ്ങി ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് കണ്ടപ്പോഴേ എന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് വരാനാ ഞാനും ഔട്ട് ഹൗസിലേക്ക് പോയത്. ദേ, ആ ഓപ്പോൾ എന്തൊക്കെ പറഞ്ഞൂന്നറിയാമോ? ഒരു വിധത്തിലാ ഞാൻ അവനെ എങ്ങനെയെങ്കിലും തൃച്ചംബരത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നത്. അയ്യോ പാവം, ആ നന്ദനയെ സമ്മതിക്കണം. ആ അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി ചേച്ചി. ഞാൻ എങ്ങനെയെങ്കിലും അരവിന്ദിനെയും പിടിച്ചോണ്ട് ഔട്ട് ഹൗസിൽ നിന്ന് പോരുമായിരുന്നു. അപ്പൊ കല്യാണി തലയിറങ്ങി വീണു. അതെ ചേച്ചി, അവള് തലചുറ്റി വീണു. അതിനിപ്പോ ആനന്ദ് അച്ഛനാവാൻ പോകുന്നതിന്റെ ലക്ഷണമാണോ എന്തോ. അല്ല, ഇത് അത് തന്നെയാണോന്ന് ഉറപ്പില്ലല്ലോ. അതറിയണം ചേച്ചി, എങ്ങനെയെങ്കിലും അതറിഞ്ഞു ഉറപ്പിക്കണം. അല്ലെങ്കിൽ ആനന്ദിനെ കാണാതായ സ്ഥിതിക്ക് അവരാ ജീവനെ ഇല്ലാതാക്കാൻ നോക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ. പ്രത്യേകിച്ച് ആ ഓപ്പോളം അത് ചെയ്യിപ്പിക്കും. അതെ, അവരുടെ മോനില്ലേ ഇന്ത്യയിലെ ഒരു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റാ. മാത്രമല്ല ഇവർക്ക് ഒട്ടുമിക്ക വൈദ്യങ്ങളും അറിയാം. അതനുവദിക്കാൻ പാടില്ല. അല്ല, ആദ്യം ഇത് അത് തന്നെയാണോന്ന് ഉറപ്പുവരുത്തണം. അത് ചേച്ചി വിചാരിച്ചാലേ നടക്കൂ. ആനന്ദിന്റെ കുട്ടി അവളുടെ വയറ്റില് വളർന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണമല്ലോ. അല്ല, ഇപ്പോഴത്തെ കാലമല്ലേ. ഒരുപക്ഷെ ആനന്ദിനെ തേടി നടക്കുന്ന നമുക്ക് ഇനിയിപ്പൊ അവന്റെ ശവശരീരമാണ് കിട്ടുന്നെങ്കിൽ പോലും അയ്യോ, ആനന്ദിന് എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആനന്ദിന്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെങ്കിലും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതാ. എനിക്ക് രണ്ടെണ്ണം ഒരുമിച്ച് കഴിച്ചാലേ തൃപ്തി വരുള്ളൂ. ആ അതെ അതെ, ചപ്പാത്തിക്ക് എനിക്ക് ബട്ടർ ചിക്കനാ ഇഷ്ടം. മട്ടൻ ചാപ്സും ഏത്തക്കപ്പവും കൂടെ കഴിച്ചു നോക്കണം. ഓ, എന്ത് സൂപ്പറാന്നറിയോ. ആ പിന്നെ ബീഫ് അങ്ങനെ ഞാൻ കഴിക്കാറില്ല. ചിക്കൻ ബിരിയാണി എനിക്ക് ഇഷ്ടമാ. ഇന്നിവിടെ സദ്യയായിരുന്നു. ആ ഞാൻ പിന്നെ വിളിക്കാവേ. എന്താ ആന്റി, പല്ല് വേനയാണോ? അയ്യോ, ഇതെന്താ കവിള് തടിച്ച് ഊത്തപ്പം പോലെ ഇരിക്കുന്നല്ലോ. ഇതാരോ കൈവച്ചതാണല്ലോ. കരണക്കുറ്റി നോക്കിയാ തന്നിരിക്കുന്നത്. ആരാന്റി? കവിളിൽ കൈ പതിഞ്ഞ പാടുണ്ടല്ലേ? ഉണ്ട്. ഏതായാലും ഒരു ദാക്ഷിണയില്ലാത്ത അടിയായിപ്പോയി. അഖിലയെ അടിച്ചത്. അയ്യോ എന്റെ ഈശ്വര, ദുഃഖിച്ചിരിക്കുമ്പോഴേ അഖിലാന്റെ തല്ല് മറന്നിട്ടില്ലല്ലേ. ദേ തിണിർത്തു കിടക്കുന്നു. എന്റെ കവിളിലെ പാട് നാളെ മാറും. ഒരിക്കലും മായ്ച്ചാൽ മായ്ക്കാത്തൊരു പാട് ഞാൻ അഖിലയ്ക്ക് സമ്മാനിക്കും. എന്തിനാന്റി ഇപ്പൊ പോയി ഈ അടി എരന്ന് വാങ്ങിച്ചത്? അതോ അഖിലാന്റിയുടെ അടി വാങ്ങാതെ ആന്റിക്ക് ഉറക്കം വരത്തില്ലേ?
എനിക്കുറക്കം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ അഖിലയെ ഞാൻ ഉറക്കില്ല. തൃച്ചംബരത്തിന്റെ തുല്യ അവകാശിയായ എന്നോട് അഖില കാണിക്കുന്ന ഈ അവഗണനയും അപമാനവും ഉപദ്രവവുമെല്ലാം എന്റെ മനസ്സിന്റെ ഭാണ്ഡക്കെട്ടിൽ ഞാൻ സൂക്ഷിക്കുക. കണക്കെടുപ്പിന്റെ നാളുകൾ വരും, അപ്പൊ ഹാജരാക്കാൻ. ഇപ്പോഴേ ദൈവം കണക്ക് ചോദിച്ചു തുടങ്ങിയല്ലോ അതിന്റെ ഈ അനുഭവങ്ങളെല്ലാം. മടിത്തുമ്പിൽ കെട്ടിയിട്ട് വളർത്തിയ ഒരുത്തനെ കാണാനില്ല. ഉരുകയല്ല, ഒമിത്തി പോലെ നീറുകയല്ലേ. പടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിലും പടിക്ക് പുറത്താക്കിയ മകനോട് ഇപ്പോഴും സ്നേഹമുണ്ടോന്നറിയാൻ മനഃപൂർവ്വം നാക്ക് പിഴ വരുത്തി ഞാനൊരു വാക്ക് പ്രയോഗിച്ചു. അതിന് കിട്ടിയതാ ഈ അടി. ആന്റി, ആനന്ദേട്ടന്റെ ശവം ഏതെങ്കിലും കടലിലോ കായലിലോ പൊങ്ങും. അപ്പോഴേ ഈ അഖിലാന്റി പഠിക്കൂ. കല്യാണിക്ക് വിശേഷം ഉണ്ടോന്ന് നമുക്കറിയണം. അതിന് ഞാൻ അഖിലയോട് ഒരു തന്ത്രം പറഞ്ഞു കഴിഞ്ഞു. അഖില തന്നെ അതറിയാനുള്ള ശ്രമം ആരംഭിക്കുമെന്നാ എന്റെ ഉറച്ച വിശ്വാസം. ഞാൻ കണ്ട ലക്ഷണം വെച്ച് നോക്കുമ്പോ ഒരമ്മയാവാനുള്ള ആരംഭത്തിലാ കല്യാണി. അങ്ങനെയാണെങ്കിൽ അഖിലയുടെ ഈ മാനസികാവസ്ഥ തന്നെ മാറും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കല്യാണിയോട് ഇഷ്ടം വന്നേക്കാം. ചിലപ്പോ അവളെ തൃച്ചംബരത്തേക്ക് തിരികെ വിളിച്ചേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കോ? സംഭവിക്കരുത്. ഇല്ല, ഒന്നും സംഭവിക്കില്ല. കല്യാണി തൃച്ചംബരത്ത് വരാനും പോകുന്നില്ല, അഖിലയൊട്ട് അച്ചമ്മയാകാനും പോകുന്നില്ല. ഒരിക്കലും തിരിച്ചു വരാത്ത മകനെ ഓർത്ത് കണ്ണീര് കുടിച്ചും മനസ്സുരുകി ബാക്കി ജന്മം വല്ല കാശിയിലോ രാമേശ്വരത്തോ ജീവിച്ച് തീർക്കാന്ന് കരുതിയാ അതിനും അവസരം കൊടുക്കില്ല ഞാൻ. മോക്ഷപ്രാപ്തിക്കായി തപസ്സിരിക്കാനും ഗംഗാ സ്നാനം നടത്താനും അവസരം ഒരുക്കില്ല ഞാൻ. അതിനു മുൻപ് അവസാനിപ്പിക്കും. അടി കൊണ്ടപ്പോ എന്റെ കാതിൽ മുഴങ്ങിയത് അഖിലയുടെ മരണമണിയാ. തീർത്ത് കെട്ടും ഞാൻ. ഹലോ, ഡോക്ടറല്ലേ? അതെ, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാ. പറയൂ മാഡം. ശരി ഡോക്ടർ. ശരി മാഡം. താങ്ക് യു. എന്തിനാ അഖില ഡോക്ടറെ വിളിക്കുന്നത്? അങ്കിൾ, കോഫി. ആ എന്താ അങ്കിൾ, വന്ന നേരം മുതൽ ഗഹനമായ ആലോചനയിലാണല്ലോ. ആനന്ദിന്റെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് ഉത്തരം കിട്ടാത്തത് തന്നെയാണ്
ഈ ആലോചനയ്ക്ക് കാരണം? അങ്കിൾ, എന്താ? ജരാനരകൾ ചിന്തകളെ ദുർബലമാക്കി തുടങ്ങിയ. ദേവീ ഭാഗവതത്തിൽ ഒരു കഥാപാത്രമുണ്ട്, രക്തബീജൻ. തല്ലിക്കൊന്ന് കഷ്ണം കഷ്ണമാക്കി എറിഞ്ഞാലും ഒരു തുള്ളി രക്തം മതി അവൻ ഉയർത്തെഴുന്നേറ്റു വരാൻ. അതുപോലെ ഒരു തുള്ളി ചോരയിൽ നിന്ന് പോലും ഉയർത്തെഴുന്നേറ്റു വരും. എന്റെ കാര്യമല്ല, തൃച്ചമ്പലത്തുകാരുടെ കാര്യമോ പറഞ്ഞത്. ആ ഭാവങ്ങളൊക്കെ മാറി അങ്കിളെ. ഗ്രഹണം ആരംഭിച്ചിരിക്കുക. അഖിലയുടെ പ്രതാപത്തിന്റെ നാളുകൾ അസ്തമിച്ചു. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിട്ട് നാളുകൾ എത്രയായി പ്രിയങ്കേ? പണ്ട് സ്വർഗമെന്ന് അവർ ആഘോഷിച്ചിരുന്ന തൃച്ചംബരം ഇന്ന് നരകമാ. അവരുടെ കാരണവും അവർ പരിപാലിച്ചുകൊണ്ടിരുന്ന പഴയ തൃച്ചംബരമല്ല. ഇന്നത് വെറും ചെകുത്താൻ കയറിയ വീടാ. ഇത്രയൊക്കെ ആക്കാൻ പറ്റിയില്ലേ? അത് നമ്മുടെ വിജയം. നമസ്കാരം. ക്ഷമിക്കണം, സമയത്തിന്റെ കാര്യത്തിൽ എപ്പോഴും കൃത്യത പാലിക്കുന്ന പ്രിയങ്കയുടെ മുന്നിൽ വരാൻ ഒരു 10 മിനിറ്റ് വൈകി. സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യത പാലിക്കുന്നത് എന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. സമയമെന്ന് പറയുന്നത് ജീവിതമാണ്. ചിലപ്പോൾ നമ്മൾ തെറ്റിക്കുന്ന ഒരു മിനിറ്റ് കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം ആകെ തകിടം മറിയുന്നത്. ദശാസന്ധികൾ മാറി മാറി മറിയുന്നത് നക്ഷത്രയോഗം കൊണ്ട് മാത്രമല്ല, സമയനിഷ്ഠ തെറ്റിക്കുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ പ്രിയങ്കേ. വലിയൊരു കമ്പനിയുടെ മാനേജർ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ശ്രീനി. ശ്രീനിയെ നീ വിളിപ്പിച്ചതിന്റെ കാര്യം പറ. ശ്രേട്ട, തൃച്ചംബരത്തിന്റെ അരമന രഹസ്യങ്ങളൊന്നും നമുക്കിപ്പോ ചൂടോടെ കിട്ടുന്നില്ല. അഖില സൈലന്റ് ആയതുകൊണ്ട് വിലാസിനെ എനിക്ക് അതൊന്നും പിടിച്ചെടുക്കാനും കഴിയുന്നില്ല. തൃച്ചംബരത്തിന്റെ പടി കടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ അംഗീകാരമുള്ള ഒരേ ഒരാളെ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ. അത് ശ്രീയേട്ടനാ. ഞാൻ എന്താ വേണ്ടതെന്ന് പറയൂ പ്രിയങ്കേ. വ്യക്തമായിട്ട് അവള് പറഞ്ഞല്ലോ ശ്രീനി. ഓഫീസ് കൂടാതെ പതുക്കെ പതുക്കെ തൃച്ചംബരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ശ്രീനി കയറണം. തൃച്ചംബരത്തെ ഒരു അംഗമായിട്ട് മാറാൻ കഴിയുമെങ്കിൽ അങ്ങനെ. അഖിലയുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഉള്ളതുപോലും ചോർത്താൻ കഴിയുന്ന ഒരു ഡിക്റ്റേറ്റീവിനെ പോലെ കുറച്ചു കാലത്തേക്ക്. വളരെ ശ്രമകരമായ ജോലിയാണത്. ഞാൻ ശ്രമിക്കാം. ബുദ്ധിമാനായ ആനന്ദ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഏക പ്ലസ് പോയിന്റ്. നെഗറ്റീവായിട്ടുള്ളത് അരവിന്ദാ. അരവിന്ദിന് പണ്ടേ എന്നെ സംശയമാണ്. ശ്രീയേട്ട, പുലി ഇരയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അനവധി മാൻകൂട്ടങ്ങളിൽ നിന്നും ഒന്നിനെ മാത്രമാണ് അത് ലക്ഷ്യം വെക്കുന്നത്. പുലിയുടെ കണ്ണുകളിൽ ആ മാൻ മാത്രമേ ഉള്ളൂ. അതിനെ തന്നെ പുലി പിടിച്ചിരിക്കും. ലക്ഷ്യത്തിൽ ഉറച്ച് മുന്നോട്ട് നീങ്ങിയാൽ എന്തു നേടാനാവും? പ്രിയങ്കേ, തൃച്ചംബരത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വെറും ഒരു മാനേജരായ എനിക്ക് പരിമിതികളുണ്ട്. അറിയാം ശ്രീയേട്ട. അഖില തൃച്ചംബരത്തെ തന്നെ ഒതുങ്ങിക്കൂടുകയും അരവിന്ദ് ഏട്ടന്റെ അന്വേഷണങ്ങളിൽ മുഴുകിയിരിക്കുകയും ചെയ്യുമ്പോൾ മാനേജർക്ക് മുൻകൂർ അനുമതിയില്ലാതെ തൃച്ചംബരത്തേക്ക് കടന്നു ചെല്ലാം. വിശ്വാസ്യതയുടെ ചരട് അല്പം കൂടി മുറുകെ കെട്ടിക്കൊണ്ട് തൃച്ചംബരത്തിന്റെ വാർത്തകൾ അറിയുകയും ചെയ്യാലോ. ഓക്കെ, ഞാൻ ശ്രമിക്കാം. തിരക്കിലാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അധിക നേരം കളയാൻ നിൽക്കണ്ട. ശ്രീയേട്ടൻ പോയിക്കോളൂ. ശരി. ശ്രീയേട്ടൻ മിടുക്കനാങ്കിളെ. പറഞ്ഞ കാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തിയുണ്ട്. കാര്യങ്ങൾ പരസ്പരം അറിയാതെ ചെയ്യാൻ
ശ്രീനിയേക്കാൾ മിടുക്ക് നിന്റെ അനുജത്തിക്ക് എങ്ങനെയൊക്കെയ. അങ്കിള് ഇറങ്ങട്ടെ. രാത്രിയായാലേ ഡ്രൈവിംഗ് പാടാ. കണ്ണിന് ഒരു അവ്യക്തത.